എനിക്ക് വേണ്ടടാ. അല്ലു അറിഞ്ഞത് ആരായിട്ടും ഇറങ്ങിയ സമയം തൊട്ടുള്ള നമ്മുടെ ഈ പകുതി ബന്ധം ഇത് നിനക്ക് വേണ്ടാന്ന് പറയണേ. ഈ ശ്വാസകോശം എന്ന് പറയുന്നതേ ഉണ്ടറൊട്ടി പോലെയാ. അത് നമ്മളൊരു ബൂസ്റ്റിൽ മുക്കി ഉണ്ടാവും, അതിന്റെ ഉള്ളിലത്തെ വെള്ളഭാഗം കറ പിടിക്കില്ലേ, അതേപോലെ ആയിരിക്കും നിന്റെ ശ്വാസകോശം. ഇപ്പൊ വേണ്ടടാ. കാലങ്ങളായിട്ട് ചായയിലിട്ട് വെച്ചേക്കണ ഉണ്ടറൊട്ടില്ല നിന്റെ നെഞ്ചത്തിരിക്കണേ, അവിടെ ഇരുന്നോട്ടെ. എനക്കണ്ടാട്ടാ ഈ സിഗരറ്റ് വലിക്കണേക്കാൾ കൂടുതൽ എഫക്റ്റ് ആണ് തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക്. അതെ, എനിക്ക് ശ്വാസകോശമൊക്കെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഒന്ന് മാറിയിട്ടാ നീ വലിച്ചോ. സത്യത്തിൽ നീ സിഗരറ്റ് വലി നിർത്തി? ഞാൻ നിർത്തി. എനിക്ക് നിർത്തണം എന്നുണ്ടാ അതൊക്കെ. നല്ലതാടാ. നീ എത്ര നാൾ നിർത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്? ഇനിയിപ്പോൾ അടുത്തത് എപ്പോൾ വലിക്കാൻ തോന്നുന്നു അതുവരെ നിർത്തുന്നുണ്ട്. നിനക്ക് BGM ഇടാൻ കൊണ്ട് നിർത്തിക്കണ അതിനെ? കറക്റ്റ് തന്നെ. താന്തോടെ എണ്ണക്കഴിപ്പ് ഗ്രൂപ്പിൽ ലെഫ്റ്റ് ആയേ താല്ലാത്തവൻ ആരും വീഡിയോ ഒന്നും ഇടുന്നില്ല. ഞാനാ എടാ അതെപ്പോഴോ ചെറുപ്പത്തിലെപ്പോഴോ കേറിന്ന് വെച്ചിട്ട് നീ പിന്നെ എപ്പോഴാടാ ഫുഡിലെന്തോണ്ടില്ലടാ അശ്ലീല വീഡിയോ കാണുന്ന അവന്റെ പരിപാടി. എന്നെ അത് ഗ്രൂപ്പിൽ ആഡ് ചെയ്തു. ഞാൻ ഇന്ന് ലെഫ്റ്റ് ചെയ്ത്, എനിക്ക് ഇഷ്ടല്ലേ അതിന്റെ വിഷമ. എന്നിട്ടടാ നിർത്തിന്ന് വേണ്ട. കള്ളു കുടിക്കണില്ലെങ്കിൽ ടച്ചിങ്സ് ഞാൻ പറയലാണ് ശാസ്ത്രം. നീ എന്താ കഴിക്കാൻ? ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര അലമ്പാന്ന് എല്ലാരും പറയണേ. എന്തിനാടാ നമ്മൾ ഇഷ്ടപ്പെടണവരെ വെറുതെ വേദനിപ്പിക്കണേ? കുറെ കഷ്ടപ്പാടും. എനിക്ക് തരാനുള്ള പൈസ തരാണ്ട് നീ കുള്ള കുടിച്ചടക്കാലടാ. ഞാൻ കുടിച്ചിട്ടില്ലടാ. നീ ആ ഫോണൊന്നും എടുത്ത് നോക്കിയേ, പലിശ അടക്കമുള്ള പൈസ ഞാൻ അയച്ചിട്ടുണ്ട്. 5000 വരെ കേസുള്ളൂ. മസാജ് സെന്ററിൽ ഒരു ഫിലിപ്പീൻ ടീം സെറ്റ് ആയിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉണ്ടാ? എടാ ഞാൻ പണ്ട് ചെറുപ്പത്തിൽ വിവരമില്ലാത്തപ്പോ കള്ള് കഴിയാറായിട്ട് ഞാൻ പോയി കുടിക്കുന്നു. ആ കുട്ടാരനോടത്ത് തീപ്പിടി തന്നില്ല തോന്നുന്നുണ്ട്. നീ ഇത് നിർത്തിയില്ലേ? അവനൊരു ആശാരിയാ. രാവിലെ തൊട്ട് ചിന്തൂര് ഒഴിഞ്ഞിട്ടേ പൈസ ഉണ്ടാക്കും. രാത്രിയും പോയി ഈ സാധനമൊക്കെ കൊണ്ടുപോയിട്ട് ഒഴിയാൻ കൊണ്ട് പൈസ കൊടുക്കും. പറയാ അന്ന് സുധീര കല്യാണത്തിന്റെ തലേ ദിവസം നേരത്തോടു കൂടി പോയി നേരത്തെ അടിച്ച് നേരത്തെ ഓഫായി കിടക്കാം. ഞാൻ വരടാ, പക്ഷെ ഞാൻ അടിക്കണില്ല. ഒഴിഞ്ഞ വയറും കൊണ്ട് പോയാൽ മതിരാ. അതിൽ കൊള്ളണോടത്തോളം ഫുള്ളായിട്ട് അടിച്ചോ. എന്നിട്ട് ആർത്തി തീർന്നില്ല എന്നുണ്ടെങ്കിൽ വിരലിട്ട് ഛർദിക്കുക പിന്നെ അടിക്കുക. നീ ആകെ പുണ്യാവണായാലോ നന്നായാലോ. എന്തൊരു സംഭവം എടാ. എനിക്കിപ്പോ ഒരു കല്യാണം കഴിക്കാനുള്ള ഒരു ഇതൊക്കെ ആയ പിന്നെ നീ മാനില്ല ഈ പഞ്ചായത്തിൽ ഇരുന്ന പോലെ എത്തണ്ടാവില്ല ഇപ്പൊ. ഞാൻ നിന്റെ പെങ്ങളെ പെണ്ണ് കാണാൻ വന്നിട്ട് എന്തേരാ? അത് അവൾക്ക് ഇഷ്ടമായില്ലടാ, അത് ഒഴിവാക്കിയ കാരണം. എന്നാ അവൾക്ക് ഇഷ്ടമുള്ള ഒരാളുണ്ട്. ഈ ഞാൻ നോക്കണ്ട, അവളും ഞാനും തമ്മിൽ അതിനാ എനിക്ക് കെട്ടിച്ചേരണം. അത് റെഡി ആവില്ലടാ. എന്നെക്കാളും നല്ല പയ്യ പഞ്ചായത്തിൽ ഇല്ലാന്ന് പറഞ്ഞിട്ട് നീ മുടക്ക് നിക്കലാളിയാ. നീ എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടിച്ചാടാ. നീ ഇവളെ കെട്ടാൻ വേണ്ടിട്ടാണ് ഈ വക പരിപാടികളൊക്കെ നിർത്തണേ. നമ്മൾ കല്യാണം കഴിക്കണായിട്ട് മുമ്പ് ഒന്ന് നന്നാവണം, നല്ലതാ. എന്നാലേ അവൾക്ക് ഒരു ഇഷ്ടം ഉണ്ടാവുള്ളൂ. സംഗതിക്ക് തന്നെ ഇഷ്ടാ. എനിക്ക് അവളെ ഒരു തേങ്ങ ഇഷ്ടല്ല. പെട്ടെന്നോട്ട് ഞാൻ എടുത്തിട്ട് ആട്ടിയായിരുന്നാ. ഇപ്പൊ വലുതായിപ്പോ എന്നെ എടുത്തിട്ട് ആട്ടണേ. നീ ഇവൾക്ക് വേണ്ടിട്ട് ഈ വക പരിപാടി നിർത്തണമെന്നുണ്ടെങ്കിലേ നീ നശിച്ച് പണ്ടാറടങ്ങി പോവുള്ളൂ. നീ അവളെ എടുത്ത് തലയിൽ വെച്ച എൻ്റെ അളിയാ നിന്റെ ഈ ചൂറിന്റെ മുടിയില്ലേ ചൂർന്ന് ഈ പനങ്കൊല പോലെ കിടന്ന് ഇങ്ങനെ ആടും. വേണമെന്ന് വെച്ചാൽ മതി. അടറടിച്ച് സൈലന്റ് ആയിട്ട് ഇരിക്കണ ചക്കനാ. നീ ചൂടാകുമ്പോളേ ശരിക്കും അവളുടെ പോലെടാ. നീ ഇങ്ങോട്ട്